ലെക്സസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നതിന് 3 തരം മെത്തേഡുകളാണ് അവർക്കുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് സെൻറ്റർ. കൊച്ചിയിലെ അടുത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ലെക്സസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. മൂന്നാമത്തതും പറഞ്ഞ് രണ്ടാമത്തേലേക്ക് വരാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമർ സർവീസ് സെൻറ്ററുകളാണ് എന്ന് പറയാം. ഇനിയത്തെ ചോദ്യം ഏതാണ് രണ്ടാമത്തത് എന്നുള്ളതാണ്. അതാണ് മിറാക്കി ഓൺ വീൽസ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പുതിയ കോൺസെപ്റ്റ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് മിറാക്കി ഓൺ വീൽസ് എന്ന് പറയുന്ന ലെക്സസിൻ്റെ ഏറ്റവും പുതിയ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അതെന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റാണ്. കാലിക്കറ്റ് വെച്ചിട്ടാണ് മിറാക്കി ഓൺ വീൽസ് ഔദ്യോഗികമായിട്ട് അനാവരണം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ വാഹന ഇൻഡസ്ട്രി എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് നിർമ്മാണ കമ്പനികൾ ഇത്തരത്തിൽ വീൽസിൽ ഷോറൂമുകൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ലെക്സസ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പല നിർമ്മാതാക്കളുടെയും വാഹനം കണ്ട സമയത്ത് ഒറ്റ ബോക്സാണ് ഉണ്ടാവാറുള്ളത്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടി നമുക്കൊരു വിസ്താരം കിട്ടാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. 2 ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്ന് ചുരുക്കം. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കൊച്ചിയിലാണ് ലെക്സസിന് ഒരു ഷോറൂം ഉള്ളത്. അപ്പോൾ കാലിക്കറ്റുള്ള ഒരാൾക്ക് ഒരു ലെക്സസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൊച്ചിയിൽ തന്നെ പോകണം. നേരെ മറിച്ച് അത്തരം ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ സിറ്റി വൈസ് ഈ വാഹനവുമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഒരു ചോദ്യം ഉണ്ടായിരിക്കും, നമ്മളുടെ വീട്ടിലേക്കൊക്കെ വരുമോ എന്നുള്ളത്. അത് എനിക്കറിയില്ല, ലെക്സസ് തന്നെ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ എനിക്ക് ഇത് വലിയൊരു വാഹനം ആയതുകൊണ്ട് അത്ര റിസ്ക് റൂട്ടിലേക്ക് എന്തായാലും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം പ്രധാനമായിട്ടും ടൗണുകൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യും. ഇതിൻ്റെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് കാലിക്കറ്റിൽ മാത്രമല്ല, നാളെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണൂരിലേക്കും ഇത് കൊണ്ടുവരാം, മലപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സിറ്റി ടു സിറ്റി, ഒരു ടൗൺ ടു ടൗൺ ലെക്സസിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കൊണ്ടുപോകാൻ അവർക്കത് സഹായകരമാവും എന്നുള്ളതാണ്. അപ്പം ഇതാണ് വാഹനം. ശരിക്കും ഭാരത് ബെൻസിൻ്റെ ഒരു ട്രക്കാണ്, അതിനകത്ത് കണ്ടെയ്നർ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് വാഹനത്തിനകത്തേക്ക് കയറുന്നത് ഇങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഒറ്റ വഴിയാണുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് വാഹനത്തിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലെക്സസ് എന്ന് പറയുന്ന വലിയ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെക്സസിൻ്റെ ഒരു തീം ബ്ലാക്കിലാണ്, ആ ഒരു തീമിലാണ് ഇതും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഗ്ലാസ് ഡോറുകളുണ്ട്. വെൽക്കം ടു ലെക്സസ് മിറാക്കി ഓൺ വീൽസ്. ഇപ്പോൾ നമ്മളുള്ളത് എക്സ്പീരിയൻസ് സെൻറ്ററിൻ്റെ അകത്താണ്. ശരിക്കും കൊച്ചിയിലുള്ള ഷോറൂമിൻ്റെ ഏറെക്കുറെ ഡിസൈൻ സാമ്യത ഇതിനകത്തും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഇതിനകത്തേക്ക് കയറിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ചും കൂടി ഡാമ്പഡൊക്കെ ആണ്. അതായത് സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടി ആ ഒരു പ്രീമിയം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുണ്ടാവും ഒരു ടൗണിലായിരിക്കും. ആ ടൗണിൽ പുറത്തത്തെ സൗണ്ട്, വാഹനങ്ങൾ, ഹോണടി ഒക്കെ ഇതിനകത്തേക്ക് കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഒരു ലെക്സസിനകത്ത് അല്ലെങ്കിൽ ലെക്സസ് ഒരു ഷോറൂമിൻ്റെ അകത്തേക്ക് വരുന്ന ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ വേണം. എയർ കണ്ടീഷൻഡ് ആണ്, സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആ ഒരു ഫീലും അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ലക്ഷൂറിയസ് സോഫയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു താഴ്ച കണ്ടില്ലേ, ഇത്രയും ഭാഗം ഇത് എക്സ്റ്റെൻഡ് ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഇതിലൊക്കെ സപ്പോർട്ടിലൊക്കെ നിർത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കസ്റ്റമേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും പുതിയ വാഹനങ്ങളെ കുറിച്ച് സംസാരിക്കാം, ലെക്സസിൻ്റെ ലൈനപ്പിൽ സംസാരിക്കാം, നമ്മളുടെ ബഡ്ജറ്റിന്, നമ്മളുടെ ആവശ്യങ്ങൾക്ക്. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള വാഹനങ്ങൾ. അപ്പോൾ നമ്മളുടെ പർപ്പസ് എന്താണെന്ന് എക്സിക്യൂട്ടീവിന് മനസ്സിലാവും. അയാൾ നല്ലൊരു വാഹനം നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും, നിങ്ങൾ ഇതെടുത്തോളൂ അതെടുത്തോളൂ എന്ന് പറയും. അതിനൊക്കെയുള്ളൊരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു TV അവിടെ കാണാം. അപ്പം ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്ന ക്യാമറകളൊക്കെ ഇതിവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നാണ്. ലെക്സസിൻ്റെ ലോഗോ, ബാഡ്ജിങ് തുടങ്ങിയിട്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര കളറുകളുണ്ട് എന്നുള്ളത്, ഏതൊക്കെ വെറൈറ്റി കളേഴ്സ് ലെക്സസിനകത്ത് ഇപ്പം അവൈലബിൾ ആണ് എന്നുള്ളതിൻ്റെ ഒരു കളർ കോഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് കാണൂല, സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബർഗണ്ടി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വൈറ്റ് ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് NX 350H എന്ന് പറയുന്ന ഓട്ടോ എക്സ്പോയിൽ ലോഞ്ച് ചെയ്ത വാഹനത്തെ ഇവിടെ കാണാം. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് ഡ്രൈവ് ചെയ്തിട്ടില്ല. ഉടനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു വൈറ്റ് കളർ ഈ വാഹനം ഇപ്പം ഇതിനകത്തുള്ള ഒരു NX 350H ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ലൊക്കേഷൻ വൈസ് മാറും. ഇപ്പോൾ ചില ഇടങ്ങളിൽ ഇവർക്ക് കുറച്ച് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കേണ്ടത് ഒരു സെഡാനായിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ES വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം സിറ്റി വൈസ് അല്ലെങ്കിൽ ആളുകളുടെ നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് ഇതിനകത്തുള്ള വാഹനം മാറും. പക്ഷേ എല്ലാ വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഈ കാണുന്ന ഇതെല്ലാം ലൈറ്റ്സ് ആണ്, ഇപ്പം ഓൺ ആക്കിയിട്ടില്ല.
ഒരു ഇൻറ്റീരിയർ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കുറച്ചുകൂടി ശരിക്കും ഒരു പ്രീമിയം ലെക്സസ് ഷോറൂം ഒരു വീൽസിനകത്ത് എങ്ങനെയാണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇനി ലെക്സസ് വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കൊച്ചി വരെ പോകുന്നു വേണ്ട. ഇതിൻ്റെ ഡീറ്റെയിൽസും മാർക്കറ്റിംഗ് ഒക്കെ ഇവരെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഇത് എവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഇവരുടെ ഒഫീഷ്യൽ പേജിലൂടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗമാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ഷോറൂം. മറ്റുള്ളതൊക്കെ വളരെ മൂവിങ് ഷോറൂംസ് ഒരുപാടുണ്ട്. അപ്പോൾ അതാണ് മിറാക്കി ഓൺ വീൽസ്. അത് നിപ്പോൺ ഗ്രൂപ്പിൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് അവരിതിനൊന്ന് വ്യത്യസ്തമാക്കി എടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഒരു മിനിയേച്ചർ, അതുപോലെ തന്നെ ഇവരുടെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ചെറിയ മെർച്ചൻഡൈസുകൾ, വാട്ടർ ബോട്ടിൽ, കുട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു രസമുണ്ടല്ലേ, ഒരു പ്രത്യേക പാറ്റേൺ ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് അതെല്ലാം കൊടുത്ത് കുറച്ചുകൂടി ഒരു പ്രീമിയം സെറ്റപ്പിലേക്ക് ഇതിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാണ്. നെക്സ്റ്റ് 300H ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വലിയ വാഹനം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് മിറാക്കി ഓൺ വീൽസ് എന്ന് പറയുന്ന ലെക്സസിൻ്റെ ഏറ്റവും പുതിയ കോൺസെപ്റ്റ്. അതിന് എങ്ങനെയാണ്, അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.